AI നമ്മുടെ ജോലികൾ ഇല്ലാതാക്കുമോ? ഈ ചോദ്യം കേട്ട് ഭയക്കാത്തവർ ഇന്ന് കുറവാണ്. ഡാറ്റ എൻട്രി, പരമ്പരാഗത അക്കൗണ്ടിംഗ്, ക്ലറിക്കൽ ജോലികൾ, ഇങ്ങനെ നമ്മൾ കണ്ട പല തൊഴിലുകളും നാളെ യന്ത്രങ്ങൾ ചെയ്യുമെന്നത് സത്യമാണ്. എന്നാൽ ഒരു വാതിൽ അടയുമ്പോൾ 10 പുതിയ വാതിലുകൾ തുറക്കുമെന്ന് പറയാറില്ലേ? അതുപോലെ AI വന്നതോടെ ചരിത്രത്തിലില്ലാത്ത തരം പുതിയ ചില ജോലികൾ കൂടി ജനിക്കുകയാണ്. 2035 ലക്ഷങ്ങൾ ശമ്പളം വാങ്ങാൻ പോകുന്ന ആ പുതിയ ജോലികൾ ഏതെല്ലാമായിരിക്കും? നമുക്കൊന്ന് പരിശോധിക്കാം. 2035 ഏറ്റവും ഡിമാൻഡുള്ള ഒരു ജോലിയായിരിക്കും പ്രോംപ്റ്റ് എഞ്ചിനീയർ. യന്ത്രങ്ങളോട് ഏത് രീതിയിൽ സംസാരിക്കണം, എങ്ങനെ നിർദ്ദേശങ്ങൾ നൽകണം എന്ന് അറിയുന്നവരാണിവർ. അതോടൊപ്പം ഓരോ ബിസിനസ്സിനും ആവശ്യമായ രീതിയിൽ AI സിസ്റ്റങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്ന AI ട്രെയിനർമാരും ആവശ്യമായി വരും. അതായത് AI ജോലികൾ ഇല്ലാതാക്കുകയല്ല, പകരം AI ശരിയായി ഉപയോഗിക്കാൻ അറിയുന്ന മനുഷ്യർ മറ്റുള്ളവരുടെ ജോലികൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. AI ബന്ധപ്പെട്ട ജോലികൾ മാത്രമല്ല വരുന്നത്, നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും വരാൻ പോകുന്ന റോബോട്ടുകളെ പരിപാലിക്കാൻ പുതിയൊരു തൊഴിൽ മേഖല കൂടി വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കാറുകളും ബൈക്കുകളും കേടായാൽ നന്നാക്കാൻ വർക്ക്ഷോപ്പുകളുണ്ട്, ധാരാളം മെക്കാനിക്കുകളുമുണ്ട്. എന്നാൽ 2035 നമ്മുടെ വീടുകളിൽ ആഹാരം പാകം ചെയ്യാനും, ആശുപത്രികളിൽ രോഗികളെ നോക്കാനും, ഫാക്ടറികളിൽ കഠിന ജോലി ചെയ്യാനും മനുഷ്യരൂപമുള്ള റോബോട്ടുകൾ വ്യാപകമാകാം. അങ്ങനെയെങ്കിൽ ഈ ലക്ഷക്കണക്കിന് റോബോട്ടുകൾക്ക് തകരാർ സംഭവിച്ചാൽ അത് പരിഹരിക്കാൻ ആര് വേണം? അതാണ് ഭാവിയുടെ ഏറ്റവും വലിയ തൊഴിൽ മേഖല, റോബോട്ടിക് മെക്കാനിക്സ്. ഭാവിയിൽ വെറും മെക്കാനിക്കൽ അറിവ് മാത്രം പോരാ, കമ്പ്യൂട്ടർ കോഡിങ്ങും തകരാറിലായ സെൻസറുകൾ മാറ്റിവെക്കാനുള്ള സാങ്കേതിക അറിവും ഒരേപോലെ ആവശ്യമാണ്. വീടുകളിലെ റോബോട്ടുകൾ മുതൽ വലിയ കമ്പനികളിലെ ഡെലിവറി ഡ്രോണുകൾ വരെ മെയിൻ്റനൻസ് ചെയ്യാനും നിയന്ത്രിക്കാനും കോടിക്കണക്കിന് ആളുകൾക്ക് പുതിയ തൊഴിലവസരങ്ങളാണ് ഈ മേഖല തുറന്നു നൽകാൻ പോകുന്നത്. സാങ്കേതികവിദ്യ ഇത്രയും വളരുമ്പോൾ മറ്റൊരു വലിയ മാറ്റം വരുന്നത് ആരോഗ്യ മേഖലയിലാണ്. ഡോക്ടർമാരെ സഹായിക്കാൻ വരാൻ പോകുന്ന ആ പുതിയ തസ്തിക എന്താണ്? നമ്മൾ എപ്പോൾ ഉറങ്ങുന്നു, എത്ര നടക്കുന്നു, നമ്മുടെ ശരീരത്തിലെ പ്രമേഹത്തിന്റെ അളവ് എത്രയാണ്, ഇതെല്ലാം നമ്മുടെ കയ്യിലെ വാച്ചും സ്മാർട്ട് ഡിവൈസുകളും ദിവസവും ട്രാക്ക് ചെയ്യുന്നുണ്ട്. 2035 ഈ ഡാറ്റകളുടെ അളവ് ഇന്നത്തേക്കാൾ 100 മടങ്ങ് കൂടുതലായിരിക്കും. എന്നാൽ ഈ വലിയ ഹെൽത്ത് ഡാറ്റ നോക്കി രോഗം വരുന്നതിന് മുമ്പ് തന്നെ അത് തടയാൻ നിങ്ങളെ വ്യക്തിപരമായി സഹായിക്കുന്ന ഒരാളുണ്ടായാലോ? അവരാണ് ഡിജിറ്റൽ ഹെൽത്ത് കോച്ചുകൾ. ഭാവിയിൽ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്ന രീതി മാറി രോഗം വരാതെ നോക്കുന്ന പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന് പ്രാധാന്യം കൂടും. AI നൽകുന്ന വലിയ മെഡിക്കൽ ഡാറ്റകൾ കൃത്യമായി വിശകലനം ചെയ്ത് ഓരോ മനുഷ്യന്റെയും ശരീരപ്രകൃതിക്ക് അനുസരിച്ച് മാനസിക സമ്മർദ്ദവും ശാരീരിക ആരോഗ്യവും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഈ വിദഗ്ധർക്ക് വലിയ ഡിമാൻഡ് ആയിരിക്കും. ഇതുവരെ പറഞ്ഞതെല്ലാം സയൻസും ടെക്നോളജിയുമാണ്. എന്നാൽ ക്രിയേറ്റീവായ ആളുകൾക്ക്, കലയെ സ്നേഹിക്കുന്നവർക്ക് ഭാവിയിൽ ജോലികൾ ഉണ്ടാകുമോ? നമ്മുടെ നാട്ടിൽ വീടോ കെട്ടിടങ്ങളോ വെക്കാൻ സിവിൽ എഞ്ചിനീയർമാർ, ആർക്കിടെക്റ്റുകൾ വേണം. എന്നാൽ 2035 ആളുകൾ ഒത്തുചേരുന്ന, ബിസിനസ് നടത്തുന്ന, വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വലിയ ലോകമുണ്ട്. അതാണ് മെറ്റാവേഴ്സ് അഥവാ വെർച്വൽ ലോകം. ഇവിടെ കാണുന്ന മനോഹരമായ ഡിജിറ്റൽ കൊട്ടാരങ്ങളും ഓഫീസുകളും വസ്ത്രങ്ങളും ഡിസൈൻ ചെയ്യുന്നത് ആരായിരിക്കും? അവരാണ് മെറ്റാവേഴ്സ് ആർക്കിടെക്റ്റുകൾ. ഭാവിയിൽ കാണുന്ന എന്തും വെർച്വൽ റിയാലിറ്റിയിൽ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഡിസൈനർമാർക്ക് വലിയ അവസരങ്ങളാണ് വരുന്നത്. ആളുകൾക്ക് നേരിട്ടിറങ്ങി നടക്കാൻ തോന്നുന്ന തരത്തിലുള്ള ലോകങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇവരുടെ ജോലി. ആർട്ടിസ്റ്റുകൾക്കും ക്രിയേറ്റീവ് ചിന്തയുള്ളവർക്കും കോടികൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പുതിയ യുഗമാണിത്. പുതിയ തൊഴിലുകൾ ഏതെല്ലാമെന്ന് കഴിഞ്ഞ 4 വീഡിയോകളിലായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ ഈ മാറുന്ന ലോകത്ത് വിജയിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും കാലം പഠിച്ച രീതികൾ മാത്രം പോരാ. ഭാവിയുടെ ഏറ്റവും വലിയ മഹാസ്കിൽ എന്താണ്? നിങ്ങൾ ഏത് വലിയ ഡിഗ്രി എടുത്ത ആളാണെങ്കിലും, വലിയ കോഡിംഗ് പഠിച്ച ആളാണെങ്കിലും 2035 അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം സാങ്കേതിക വിദ്യ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഭാവിയുടെ ഏറ്റവും വലിയ സ്കൂൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയം പഠിക്കുന്നതല്ല, മറിച്ച് പഠിക്കുക എന്ന കഴിവാണ്. പഴയത് മറക്കാനും പുതിയത് വേഗത്തിൽ പഠിച്ചെടുക്കാനുമുള്ള മനസ്സാണത്. യന്ത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ചില ഹ്യൂമൻ സ്കില്ലുകളുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിംഗ്, നേതൃപാടവം, സഹാനുഭൂതി എന്നിവ സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും ഈ മാനുഷിക മൂല്യമുള്ള
പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറുള്ള മനുഷ്യരെ തന്നെയാണ് ലോകത്തിന് ആവശ്യം. ജോലി നഷ്ടപ്പെടുമെന്ന് ഭയക്കുകയല്ല, സ്വയം അപ്ഡേറ്റ് ചെയ്യുകയാണ് പരിഹാരം. ഈ സീരീസിന്റെ അവസാനത്തിൽ നമുക്കൊരു 30 ദിവസത്തെ ചലഞ്ച് ചെയ്യാം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന സമയത്തിൽ നിന്നും ഒരു 20 മിനിറ്റ് മാറ്റിവെച്ച് സ്വന്തം തൊഴിൽ മേഖലയിൽ എത്ര തരത്തിലുള്ള അപ്ഡേഷനുകൾ നടന്നു എന്നും ഇനി നടക്കാൻ പോകുന്ന അപ്ഡേഷനുകൾ എന്തെല്ലാമാണെന്നും മനസ്സിലാക്കി വെച്ച് അതിനനുസരിച്ച് ഭാവിക്ക് വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. ഈ തയ്യാറെടുപ്പിലൂടെ നമ്മുടെ തൊഴിൽ സാധ്യതകൾ കൂടുതൽ മെച്ചപ്പെടുകയും നമുക്ക് പുതിയ കാലത്തിനപ്പുറം സഞ്ചരിക്കാൻ കഴിയുന്ന ശേഷി രൂപപ്പെടുകയും ചെയ്യും. തൊഴിൽ പോകുമെന്നുള്ള ഭയമല്ല, ഈ ആധുനിക കാലത്ത് എനിക്ക് നേടാൻ കഴിയുന്ന, ഞാൻ ജോലി ചെയ്യുന്ന സംവിധാനത്തിൽ എനിക്ക് ഉയരാൻ കഴിയുന്ന സാധ്യതകളെ കുറിച്ച് പഠിക്കാനുള്ള മനസ്സും സമയവും കണ്ടെത്തുകയാണ് വേണ്ടത്.